ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അരയും തലയും മുറുക്കിയുള്ള പ്രചാരണത്തിനാണ് CPM ഒരുങ്ങുന്നത്. ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും MLAമാരും കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കാനെത്തും. ഓരോ കുടുംബങ്ങളിലെയും അംഗങ്ങളെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമല യുവതീ പ്രവേശനം സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കുടുംബയോഗങ്ങളിൽ ശ്രദ്ധ ചെലുത്താനാണ് CPMന്റെ നീക്കം. താത്വിക പ്രസംഗം ഒഴിവാക്കി സ്വകാര്യ സംഭാഷണം മതിയെന്നും പാർട്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിന് തുടക്കം കുറിച്ച് ധർമ്മടത്തെ മുഴുവൻ കുടുംബയോഗത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് CPM ഒരുങ്ങുകയാണ്. ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ ജനവികാരം പാർട്ടിക്കെതിരാണ് എന്ന കാര്യം ബോധ്യം വന്നതോടെയാണ് തെരഞ്ഞെടുപ്പ് ശൈലി മാറ്റാൻ CPM ഒരുങ്ങുന്നത്. ഇത്തവണ കുടുംബയോഗങ്ങളിൽ ശ്രദ്ധ ചെലുത്താനാണ് CPM നീക്കം. ഇതിന് തുടക്കം കുറിച്ച് ധർമ്മടം നിയമസഭാ മണ്ഡലത്തിലെ 22 ലോക്കൽ കുടുംബയോഗങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും. രാവിലെ 10 മണിക്ക് പടുവിലായിൽ നിന്ന് ആരംഭിക്കുന്ന പിണറായിയുടെ പര്യടനം വൈകിട്ട് പെരളശ്ശേരിയിൽ നിന്ന് സമാപിക്കും. പിണറായി 3 മണിക്ക് ധർമ്മടം, 4:30 മുഴപ്പിലങ്ങാട്, 6 മണിക്ക് പെരളശ്ശേരി എന്നിവിടങ്ങളിലാണ് പങ്കെടുക്കുന്നത്. നാളെ ചെമ്പിലോട്, പാറപ്ളം, എരുവട്ടി, വേങ്ങാട് എന്നിവിടങ്ങളിലെ കുടുംബയോഗങ്ങളിലും അദ്ദേഹം സംസാരിക്കും. ഫെബ്രുവരി 19, 20 തീയതികളിലായി മറ്റ് യോഗങ്ങളിലും പിണറായി വിജയൻ പങ്കെടുക്കും. പൊതുപരിപാടികൾക്കൊന്നും സമയം നൽകാതെ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് മുന്നൊരുക്ക പ്രവർത്തനത്തിനാണ് ഈ ദിവസങ്ങളിൽ സമയം അദ്ദേഹം മാറ്റിവെച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ മുഖ്യപ്രചാരകന്റെ റോളിൽ പിണറായി വിജയൻ തന്നെ ഉണ്ടാകുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. മുഖ്യമന്ത്രിയെ കൂടാതെ മന്ത്രിമാരും MLAമാരും അവരവരുടെ മണ്ഡലങ്ങളിൽ ലോക്കൽ കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കും. കൂടാതെ പാർട്ടി മിഷനറിയും പ്രവർത്തിപ്പിക്കാനാണ് നീക്കം. എണ്ണയിട്ട യന്ത്രം പോലെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് പോകണമെന്നതാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ലോക്കൽ കുടുംബയോഗത്തിലും സംസ്ഥാന സെക്രട്ടറി, സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എന്നിവരും കഴിയാവുന്നത്ര കുടുംബയോഗങ്ങളിലും പങ്കെടുക്കാനാണ് തീരുമാനം. കുടുംബയോഗങ്ങൾ മുമ്പുള്ളതാണെങ്കിലും ഇത്രയും വിപുലമായി നടക്കാറില്ല. ഇവിടെ പ്രസംഗിച്ചു പോകുന്നതിനു പകരം അഭിപ്രായങ്ങൾ മനസ്സിലാക്കി ബോധവൽക്കരിക്കാൻ പ്രധാന നേതാക്കൾ തന്നെ താഴെത്തട്ടിലേക്ക് ഇറങ്ങണം. ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ തെറ്റിദ്ധാരണ അണികൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ് CPM ഇത്തവണ കുടുംബയോഗങ്ങൾ വിപുലമായി സംഘടിപ്പിക്കുന്നത്. എങ്ങനെ സംസാരിക്കണമെന്ന ചോദ്യവും ഉയർന്നിട്ടുണ്ട്. നെടുങ്കൻ താത്വിക പ്രസംഗം ഒഴിവാക്കി കുടുംബങ്ങളുമായി സംസാരിക്കണമെന്നിങ്ങനെയാണ് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. LDF നേതൃത്വത്തിൽ നടക്കുന്ന സംസ്ഥാന ജാഥയ്ക്ക് മുൻപ് ആദ്യവട്ടം കുടുംബയോഗം തീർക്കും. പിന്നീട് സ്ഥാനാർത്ഥികളാവുന്നത് മുറയ്ക്ക് പ്രാദേശിക കുടുംബയോഗങ്ങളും ഉണ്ടാകും. ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ച് സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതിനെതിരെ നടക്കുന്ന പ്രചാരണം അനുഭാവി കുടുംബങ്ങളിൽ ചലനമോ സംശയമോ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നും പരിശോധിക്കും. യാഥാസ്ഥിതികത്വവും പുരോഗമനവും തമ്മിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയും ലിംഗ സാമുദായിക ഉച്ചനീചത്വവും തമ്മിലുള്ള പോരാട്ടമാണിപ്പോഴെന്ന സമവാക്യമാണ് CPM പ്രചാരണത്തിന്റെ കാതൽ. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.